ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ പുതിയ ബിസിനസ് സംരംഭത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുതിയൊരു സംഭവം തുടങ്ങാൻ പോവാമെന്ന് ഗെസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു. ഓയിലാണ്, ബ്രൈറ്റനിങ് ഓയിലാണ്, പേരുകളൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പേര് റോസ് ഹെർബൽസ് എന്നാണ് കേട്ടോ. ROZE, റോസ് ഹെർബൽസ്. അതായത് ഐഷാസ് കാർട്ടും ഐഷാസ് മോഡസ്റ്റൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ഹെർബൽ ഓയിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. കാരണം എനിക്ക് പണ്ട് മുതലേ ഓയിൽസ് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഭയങ്കര പ്യുവറായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് എനിക്ക് മുഖത്ത് തേക്കാൻ, എൻ്റെ മക്കൾക്ക് തേച്ച് കൊടുക്കാനൊക്കെ എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസ് കണ്ടങ്ങൾക്ക് കാണാൻ പറ്റും. റൂഹിയൊക്കെ ചെറിയ കുഞ്ഞായ സമയത്ത് ഞാൻ ബേബി ഓയിൽ, തേങ്ങ വെന്ത വെളിച്ചെണ്ണ, മഞ്ഞളെണ്ണ, ക്യാരറ്റ് ഓയിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് അത് എങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സിലോട്ട് എത്തിക്കുക, അതൊരു ബിസിനസ് ആക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി മക്കളുണ്ടല്ലോ, എൻ്റെ മക്കളാണെങ്കിലും ശരി, ഇനി ഞാനാണെങ്കിലും ശരി, സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ അല്ലെങ്കിൽ ഗ്ലോയിങ് ഓയിലൊക്കെ കേൾക്കുമ്പം ചാടിക്കയറി അത് വാങ്ങിച്ച് തേക്കാൻ നോക്കാറുണ്ട് അല്ലേ. പക്ഷേ എപ്പോഴും നമ്മൾ പ്യുവറായിട്ട്, നാച്ചുറലായിട്ട്, ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്കെല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് കാണുമ്പം വെളുക്കും, മീൻസ് വെളുക്കൂല. ഇനിയിപ്പോൾ ഏത് ഓയിൽ തേച്ചാലും നമ്മൾ വെളുക്കൂല, അത് വേറെ കാര്യം. നമ്മുടെ സ്കിന്നിനൊരു നാച്ചുറലായിട്ടുള്ളൊരു കളറുണ്ട്, അതേ ആവുള്ളൂ. പക്ഷെ നമ്മുടെ സ്കിന്നൊരു ഗ്ലോ കിട്ടും, ഒരു ലൈറ്റൻ ആവും സ്കിന്ന്. അപ്പോൾ നമുക്കൊരു വ്യത്യാസം മനസ്സിലാവും. അതാണ് ഉണ്ടാവുന്നത്. എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിലോട്ട് അത്രയും നല്ല പ്രോഡക്റ്റ്സ് ഇറക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് അത് ബിസിനസ് ചെയ്യാൻ തന്നെയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അതും ക്വാളിറ്റി ഉള്ളത്, മീൻസ് ഏറ്റവും നല്ല പ്രോഡക്റ്റ്സ് നമ്മുടെ സ്കിന്നിനും ഫേസിനും ഒക്കെ പറ്റുന്ന നല്ല പ്രോഡക്റ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനതൊന്നും പഠിച്ച് വന്നല്ലോ. ഞാൻ എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല വ്യൂവേഴ്സിലേക്ക് എത്തിക്കുമ്പോഴും പല ആൾക്കാരും പല സ്കിൻ ടൈപ്പുള്ള ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ അതിനൊക്കെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാൾ പാർട്ട്ണറായിട്ട് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ഈ ഒരു പാർട്ട്ണറെ കണ്ടുമുട്ടുന്നതും. അവരുടെ പ്രോഡക്റ്റ്സ് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട്, 1 വർഷത്തിന് മേലെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അവർ 4 വർഷമായിട്ട് ഇതുപോലത്തെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ആളാണ് വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ യൂണിറ്റൊക്കെ തുടങ്ങി അവരെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അവരെ പ്രോഡക്റ്റ്സ് എനിക്ക് അത്രയും 100% വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവരെ പാർട്ട്ണർഷിപ്പ് കൂടിയതും. സ്കിന്നിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മക്കളൊക്കെ തേക്കുന്നതല്ലേ, അപ്പം അത്രയും ക്വാളിറ്റിയുള്ള നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ്സൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്കിന്നിന് വേണ്ട എല്ലാ സാധനങ്ങളും, അതും വാരിക്കോരി ഇടാൻ പറ്റില്ലല്ലോ, അതിൻ്റേതായ ഒരളവിൽ വേണം നമ്മൾ അത് വെച്ചിട്ട് ഓരോന്ന് തയ്യാറാക്കാൻ. അതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ റോസ് ഹെർബൽസിൻ്റെ പ്രോഡക്റ്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അത് ഞാൻ ഗ്യാരണ്ടി. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സും വിശ്വാസത്തോടെ വാങ്ങിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടല്ലോ, എന്ത് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും എന്നോട് നിങ്ങൾക്ക് പറയാം. എന്തായാലും കംപ്ലയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു 100% വിശ്വാസം എനിക്കുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, എൻ്റെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനും അതിന് റെസ്പോൺസിബിളാണ്. സോ നമ്മുടെ പ്രൊഡക്ട്സ്, നിങ്ങൾ ഇതുപോലത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊഡക്ട്സ് ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും ഒരു തവണ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം ഒരു തവണ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും അറിയിക്കണം. അപ്പോൾ റോസ് ഹെർബൽസ് എന്നാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര്. ഒത്തിരി പ്രോഡക്ട്സ് വരുന്നുണ്ട്. റോസ് ഹെർബൽസിൽ 7 പ്രൊഡക്ട്സാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. ബാക്കി പ്രൊഡക്ട്സ് വഴിയേ വരുന്നതായിരിക്കും കേട്ടോ ഇൻഷാ അല്ലാഹ്. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ 7 പ്രൊഡക്ട്സ് ഒരുമിച്ചാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നത്. എല്ലാം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ പ്രൊഡക്ട്സ് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്, പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക. എൻ്റെ സ്റ്റാഫായിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിച്ചറിയാം കേട്ടോ. പിന്നെ ഓരോന്നിൻ്റെയും ബോട്ടിൽസും കാര്യങ്ങളും എന്തൊക്കെ പ്രൊഡക്ട്സും ഞാൻ കാണിച്ചു തരാം. അപ്പം കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, കാരണം പലർക്കും എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ഇതിലല്ല, സ്ക്രീനിൽ കൊടുക്കുന്നില്ല, ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. അതിൽ നിങ്ങൾ എങ്ങനെയാണ് വാട്സപ്പിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ, ഡീറ്റെയിൽസൊക്കെ. പിന്നെ നിങ്ങൾക്ക് വീട്ടിലോട്ട് എത്തിച്ച് തരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിനൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ചെറിയ മക്കൾക്കൊക്കെ തേച്ച് കൊടുക്കും. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ തേക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ ഡോക്ടേഴ്സിന്, അത് ഏത് ഓയിലാണെങ്കിലും, എത്ര നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എണ്ണയാണെങ്കിലും, വെന്ത വെളിച്ചെണ്ണ നിങ്ങൾക്ക് ചെറിയ ബേബീസിനൊക്കെ തേച്ച് കൊടുക്കാം, വിർജിൻ കോക്കനട്ട് ഓയിൽ. അതിനപ്പുറം നമ്മൾ ഈ കാച്ചിയ എണ്ണകളൊക്കെ തേക്കുമ്പോൾ അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യുക. കാരണം ചിലരുടെ സ്കിന്ന് സെൻസിറ്റീവ് ആവും. പിന്നെ ചെറിയ മക്കളുണ്ടല്ലോ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവരുടെ സ്കിൻ ഓൾറെഡി ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെതൊക്കെ ആക്കുമ്പം പെട്ടെന്ന് തന്നെ അവർ സ്കിന്ന് ഭയങ്കര ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയ മക്കൾക്കൊന്നും തേച്ച് കൊടുക്കാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ നമ്മൾ തേച്ച് വെന്ത വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കും, അതുപോലെ തന്നെ മഞ്ഞളെണ്ണ അതൊക്കെ നമ്മൾ തേച്ച് കൊടുക്കും ചെറിയ മക്കൾക്കൊക്കെ, 3 മാസമുള്ള കുട്ടികൾക്കൊക്കെ. ഞാൻ റൂഹിക്കൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഓയിലും ഇതിലൊക്കെ നമ്മൾ കുറേ വേറെയും ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലത് അലർജിക്ക് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. 5 വയസ്സിന് ഇപ്പം ഞാൻ റൂഹിക്ക് ഞാൻ ഈ ഫേസ് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അവൾക്കിപ്പം 6 വയസ്സ്, 5 വയസ്സ് കഴിഞ്ഞു, 6 വയസ്സാണ്. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തേച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ തേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തേച്ച് കൊടുക്കുക. പലരുടെയും സ്കിന്ന് പല വെറൈറ്റീസ് ആയിരിക്കും. അതുകൊണ്ട് ഏത് സ്കിന്നുമ്മൽ നമ്മൾ തേക്കുകയാണെങ്കിൽ, ഏത് ഓയിൽ തേക്കുകയാണെങ്കിലും, ഏത് ക്രീം തേക്കുകയാണെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം തേച്ച് കൊടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പ്രോഡക്ട്സിലോട്ട് കിടക്കാം. പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇത്രയാണ് നമ്മളുടെ പ്രോഡക്ട്സ്. ഓക്കെ, ഇത് വെന്ത വെളിച്ചെണ്ണ. ഇതിൻ്റെ ബോട്ടിൽ സെറ്റായിട്ടില്ല. ഇതിപ്പം 200 ml ബോട്ടിലാണ്. നമ്മൾ 100 ml ചെറിയ ബോട്ടിലായിട്ടാണ് കൊടുക്കുന്നത്. അത് 200 ml ബോട്ടിലാണ്. ബോട്ടിൽ വേറെ ഉണ്ട്, ബോട്ടിൽ വന്നിട്ടില്ല, ഇന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഇപ്പം എനിക്കിത് വീഡിയോ എടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് 100 ml ബോട്ടിലാണ് നമ്മൾ വെന്ത വെളിച്ചെണ്ണ കൊടുക്കുന്നത്. അത്ര മതി, അത്ര മതിയാവും. നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ വെന്ത വെളിച്ചെണ്ണയൊക്കെ ശരിക്കും നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നതാണ്, വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ യൂണിറ്റിൽ ഉണ്ടാക്കുന്നത്. അത്രയും പ്യുവറായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് 100% വിശ്വസിച്ച് വാങ്ങിക്കാം. ഒരു 100 ml ഒക്കെ മതിയാവും ചെറിയ ബേബീസിനൊക്കെ, കുറേ മാസത്തേക്ക് ഉണ്ടാവും. പിന്നെ ഒരുപാട് വർഷങ്ങൾ നമ്മളിതൊന്നും എടുത്തു വെക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു 6 മാസമൊക്കെ ഒരു ഇത് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഏറ്റവും ബെസ്റ്റ് എത്രയും പെട്ടെന്ന് തീർക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ബോട്ടിൽസിലാണ് നമ്മളിതൊക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ പ്രോഡക്ട്സ് കിട്ടണമെങ്കിൽ ഈ ഒരു പാക്കിൻ്റെ അകത്ത് ഫുൾ പ്രോഡക്ട്സ് കൊള്ളു കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, അത് 100 ml ബോട്ടിലാണെങ്കിൽ ഇതേപോലത്തെ ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊള്ളും. ഞാനിതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെന്ത വെളിച്ചെണ്ണ സെപ്പറേറ്റ് കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് വെന്ത വെളിച്ചെണ്ണ ഉണ്ട്, അതൊരു പ്രോഡക്റ്റാണ്. അടുത്ത പ്രോഡക്ട്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്, 1 by 1 ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. റോസ് ഹെർബൽസിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് റോസ് ഹെർബൽസിൻ്റെ ഫേസ് ഗ്ലോ ഓയിൽ കേട്ടോ. ഇത് 15 ml ബോട്ടിലാണ് വരുന്നത്. അപ്പം ഇത് ഇത്രയും മതി, നമ്മൾ കുറേ മാസത്തേക്ക് ഉണ്ടാവും. അതും കുറച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതാ ഇതിൻ്റെ കളർ കണ്ടോ, ഇത് ഉണ്ടാക്കുന്ന കാണിക്കുന്നുണ്ട്. ഒത്തിരി നമ്മൾ സ്കിന്നിന് ബെനിഫിറ്റ് വരുന്ന കുറേ പ്രോഡക്ട്സ് ഇതിൽ ചേർക്കുന്നുണ്ട്, റോ മെറ്റീരിയൽസ് ആയിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഒരു 4 to 5 ഡ്രോപ്സ് തേക്കുക, എന്നിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്യുക. ഒരു 15 minutes കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ ഇട്ട് വൈപ്പ് ചെയ്യുക. പിന്നെ നമ്മളിത് തേക്കുന്നതിന് മുമ്പ് സ്കിന്ന് നമ്മളൊന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടി ഇതാക്കണ്ടോ, നല്ല സ്മെല്ലാണ്. പിന്നെ ഈ ഒരു ഓയിലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ മുഖത്ത് തേക്കുമ്പോഴോ ആ ഒരു മഞ്ഞ കളറ് അല്ലെങ്കിൽ അതിൻ്റെ കളറ് ഒന്നും വരില്ല. അത്രയും നല്ല പ്യുവറായിട്ടുള്ള ഇതാണ്. നമ്മൾ ഡ്രസ്സിലൊന്നും ആവില്ല കേട്ടോ, അത് തേച്ച് വെച്ചിട്ട് ഡ്രസ്സിലൊന്നും ആവില്ല. ഓക്കെ, ഇത് 15 ml ബോട്ടിലാണ്. ഇത് നമ്മൾ തേക്കുന്നതിന് മുമ്പ് ആദ്യം മുഖം ഒന്ന് വാഷ് ചെയ്യണം, അതിനുശേഷം തേക്കുക. മുഖം അതുകൊണ്ട് തന്നെ ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും സോപ്പ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോഫി ഫേസ് വാഷും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
മീൻസ് ഇത് സെപ്പറേറ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് കോഫീൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ. അത് നാച്ചുറലായിട്ട് കോഫി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫേസ് വാഷാണ്. ധൈര്യമായിട്ട് എനിക്ക് യൂസ് ചെയ്യാം. പുറത്തുനിന്ന് നമ്മൾ പല കെമിക്കൽസും ആഡ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിലും നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ മീൻസ് നമ്മൾ യൂണിറ്റിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഫേസ് വാഷാണ് കോഫി ഫേസ് വാഷ് കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കേട്ടോ. മൂന്നാമതായിട്ട് ഇന്ന് എല്ലാവർക്കും ചുണ്ടിലൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ. അപ്പം ചെറിയ മക്കൾ വരെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ലിപ് ബാം യൂസ് ചെയ്യുക കേട്ടോ. ഇത് ജെൻസിനുണ്ട് ലേഡീസിനുണ്ട്. ജെൻസിന് ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ് ജെൻസിന് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. ബീട്രൂട്ടിൻ്റെ എസൻസ് ആണ്, അതായത് കളർ ഇല്ലാണ്ട് കേട്ടോ. കണ്ടോ, നല്ല ബീട്രൂട്ടിൻ്റെ ആ ഒരു അടിപൊളി കളറിൽ നമ്മൾ ലിപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും തേച്ച് കൊടുക്കാൻ പറ്റും. അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഓക്കെ, കയ്യിലിട്ട് കാണിച്ചു തരാം. കേട്ടോ, അപ്പോൾ ഇനിയിപ്പം ലിപ്സ്റ്റിക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട അതിന് പകരം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ലിപ് ബാം ജെൻസിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ബീട്രൂട്ടിൻ്റെ സെയിം എഫക്റ്റ് വരുന്നതാണ്, ബട്ട് കളർ ഉണ്ടാവില്ല. ഓക്കെ, ജെൻസിന് ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഞാനത് എല്ലാം ഇട്ടിട്ട് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം കേട്ടോ. കാരണം പ്ലെയിൻ ആയിട്ട് കളർ വേണ്ടാന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്തത് 2 വെറൈറ്റി സോപ്പാണ്. ഇത് ടാൻ സോപ്പ് കേട്ടോ. റോസ് ഹെർബൽസിൻ്റെ ടാൻ റിമൂവിങ് ആൻഡ് സ്ക്രബ്ബറാണ്. അതായത് മുഖത്ത് നമ്മൾ പുറത്തൊക്കെ വെയിൽ കൊണ്ട് ടാൻ അടിച്ചവർക്കൊക്കെ ഭയങ്കര റിസൾട്ടുള്ള ഒരു സോപ്പാണ്. ഞാനിത് വർഷങ്ങളായിട്ട് എൻ്റെ പാർട്ട്ണറുടെ സോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അവരുടെ ബ്രാൻഡിലത്തെ സോപ്പ് തന്നെയാണത്. അത് ഉണ്ടാക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും വിശ്വസിച്ച് വാങ്ങിക്കാം. അപ്പം ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ ടാൻ റിമൂവിങ് സോപ്പ്. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കായിട്ടുള്ള ബേബി സോപ്പാണ്. ആട്ടിൻ പാലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുട്ടികളുടെ ബേബി സോപ്പ് കേട്ടോ. അപ്പോൾ ബേബി സോപ്പും കുട്ടികൾക്കായിട്ട് വിർജിൻ കോക്കനട്ട് ഓയിൽ 100 ml. അപ്പോൾ ഇത് ബേബീസിനുള്ളതാണ്. എല്ലാത്തവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ബേബി സ്കിന്നൊക്കെ വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം. എല്ലാം ഹോം മെയ്ഡാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. വിശ്വസിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യുക കേട്ടോ. ഇതൊക്കെയാണ് പ്രൊഡക്ട്സ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള 7 പ്രൊഡക്ട്സ് ഇതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ഓരോ വീഡിയോസ് മീൻസ് ഓരോ പ്രൊഡക്ട്സിൻ്റെ കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യണം. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുക. നമ്പർ കൊടുക്കാം പിന്നീട് കമൻറ്റായിട്ട്, അതിൽ തന്നെ വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. അതുപോലെ നമ്മൾ ബൾക്ക് സ്റ്റോക്കായിട്ട് ചെയ്ത് വെക്കുന്നില്ല, എല്ലാം അപ്പോൺ റിക്വസ്റ്റ്. അതുപോലെ തന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നില്ല. പ്രീ ഓർഡറിലാണ് നമ്മൾ വിർജിൻ കോക്കനട്ട് ഓയിൽ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ വീഡിയോ പേർപ്പസിനായിട്ട് ഇതിപ്പോൾ രാവിലെ നമ്മളൊരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 10:30 വരെ ഇതിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. ശരിക്കും ഇതിനൊക്കെ ഒരുപാട് എഫേർട്ട് ഉണ്ട്. നമ്മൾ ശരിക്കും അതിൻ്റേതായ രീതിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അത് നമ്മളെ സ്കിന്നിനൊക്കെ ബെസ്റ്റായിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ അളവിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചേർക്കുന്ന രീതിയിൽ എണ്ണയൊക്കെ കാച്ചുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാട്ടി എണ്ണ കാച്ചിട്ട് കാര്യമില്ല. അതൊക്കെ അറിയേണ്ട രീതിയിൽ എത്രത്തോളം ചേർക്കണം എന്നൊക്കെ ഓരോ മെഷർമെൻറ്റ്സൊക്കെ വെച്ച് ചേർത്ത് അതിൻ്റെ മൂപ്പൊക്കെ ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അത് എണ്ണ ആവുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ കിട്ടുന്നത്. ഇതിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ഒരുപാട് പൂക്കൾ, പിന്നെ ഓറഞ്ചിൻ്റെ തൊലി, അതുപോലെ തന്നെ കറ്റാർ വാഴ, പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ പൊടികളാണെങ്കിലും സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അതൊക്കെ പൊടിച്ചത്, അതൊക്കെ ഉണക്കി പൊടിച്ചിട്ടാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. പിന്നെ അതുപോലെ സാഫ്രൺ, ഇതൊക്കെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് പൊടിച്ച് വെക്കുകയാണ്. എന്നാലും നമുക്ക് എല്ലാ സമയത്തും ചേർക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പൂക്കളുടെ കാര്യമാണെങ്കിൽ ഇതിപ്പോൾ വീഡിയോക്കായിട്ടാണ് നമ്മളിപ്പോൾ പൂക്കൾ നേരിട്ട് ചേർക്കുന്നത്. ശരിക്കും ഇത് ഉണങ്ങിയ പൂക്കൾ ഡ്രൈ ആയിട്ട് പൊടിച്ച് വെച്ചിട്ടൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ. കാരണം എല്ലാ സമയത്തും നമുക്ക് ഇതുപോലെ പൂക്കൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ നമ്മൾ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോക്കായിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് ചെയ്യാം, എന്നാൽ പിന്നെ അത്രയും സമയം എനിക്ക് ഇവിടെ തന്നെ സ്പെൻഡ്
ചെയ്യാമല്ലോ വീട്ടിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. താമരയുടെ ആ ഒരു ഇലകളൊക്കെ പൂക്കളൊക്കെ കിട്ടാൻ താമരയൊക്കെ കിട്ടാൻ കുറച്ച് പാടുപെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന സമയത്ത് അത് നമ്മൾ ഡ്രൈ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കറ്റാർ വാഴ നമ്മൾ വേറൊരു ആവശ്യത്തിനും കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബൾക്കായിട്ട് എടുത്തിട്ട് അത് ഇതിലിപ്പം ഓയിലും കാച്ചുന്നുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നീട് കാണിക്കണ്ട കേട്ടോ, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനിയും കുറേ പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യാറുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ചെറിയ പണികളൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, ഞാൻ പ്രത്യേകം വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓയിലും എൻ്റെ ഈ പ്രൊഡക്ട്സ് എല്ലാതും ഈ റോസ് ഹെർബൽസിലെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. നമ്മൾ ഒരു മായവും ചേർക്കുന്നില്ല. അതിൽ കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ആട്ടിയെടുക്കുമ്പോൾ നമ്മൾ ഒരു കൊല്ലത്തിന് മേലെ നമ്മൾ ചിലപ്പം വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്യും. ആ ലാസ്റ്റ് സമയത്ത് നമുക്ക് ചിലപ്പോൾ കേട് വരുന്ന ആ ഒരു കാറിയ ടേസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മൾ ഇനി എത്ര തന്നെ നല്ലപോലെ ഉണ്ടാക്കിയാലും അങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതായത് 15 ml ബോട്ടിൽ, 100 ml ബോട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട്. കാരണം നമ്മൾ ചിലപ്പം ഇന്ന് വാങ്ങിച്ച് ചിലപ്പം 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ ഒന്നും കേട് വരില്ല എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ അത് യൂസ് ചെയ്ത് തീർക്കണം. ചിലപ്പോൾ ഒരു കൊല്ലം വരെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ എവിടെയാണ് വെക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് ഇരിക്കും കേട്ടോ. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനും അത്ര റേറ്റ് വരില്ല. ഓക്കെ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അത്രയും നമ്മൾ എന്താ പറയുക, ഒരു മായവും കലർത്താണ്ട് നല്ല നല്ല സാധനങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ അത്രയും എഫേർട്ട് ഉണ്ട് ഇതിൽ. എന്നാലും നമ്മൾ ആ എഫേർട്ടിനുള്ള പൈസ ഇതിൽ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. എന്നിട്ട് റേറ്റ് നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. വെറുതെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് കുറേ എൻക്വയറീസ് വരുന്നേക്കാൾ നല്ലത് ആവശ്യത്തിന് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും റേറ്റ് ഞാൻ പിൻഡ് കമൻറ്റിൽ ഇടാം കേട്ടോ. റേറ്റ് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാവും. ആ ഒരു ബോട്ടിൽ കഴിയുമ്പോഴേക്കും, ചെറിയ ബോട്ടിലാണ് ഈ ഓയിലിൽ നമ്മൾ ഫേസ് ഗ്ലോ ഓയിലാട്ടോ ഈ ഓയിലിൻ്റെ പേര്. പിന്നെ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ നമ്മൾ ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുള്ളൂ. കാരണം എല്ലാതും ലിസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഒത്തിരി നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രൊഡക്ട്സ് എല്ലാതും 4 വർഷമായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ ഒരു വർഷത്തിന് മേലെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ഇത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അത്രയും വിശ്വാസത്തോടെയാണ് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്ട്സ് ഇതിൽ കാണിച്ച എല്ലാ പ്രൊഡക്ട്സും ഇപ്പം നമ്മൾ 7 പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തു. 7 പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് തേങ്ങ വെന്ത വെളിച്ചെണ്ണ നമ്മൾ പ്രീ ഓർഡറാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കി കുറേ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ അത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കുറേ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല. ആവശ്യാനുസരണം മാത്രമേ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എണ്ണ റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ ബോട്ടിൽ ചെയ്ത് വെക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വേഗം ചെയ്ത് വെക്കുന്നുണ്ട്. അത്യാവശ്യം ബോട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഫേസ് ഗ്ലോ ഓയിൽ ഉണ്ടല്ലോ, അത് ശരിക്കും പറയുകയാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ളവർക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റൂഹിക്കൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. റൂഹിൻ്റെ ഫേസിൽ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോഴാണ് ആദ്യം ഞാൻ കാലിൽ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പം കുഴപ്പമൊന്നും കണ്ടില്ല. നല്ല ചേഞ്ച് വരുന്ന ഒരു ഓയിലാണ്. കുട്ടികൾക്ക് ദേഹത്ത് മൊത്തം തേച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ സ്കിൻ ആൻഡ് ഫേസ് ഓയിലാണ് സംഭവം. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയിലാണ്, ഈ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു റെസിപ്പി ഞാൻ കൊടുക്കുന്നില്ല, കാരണം അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ സീക്രട്ട് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ. പക്ഷെ എന്താണ് ചേർക്കുന്നത് നിങ്ങൾ കാണണമല്ലോ. പിന്നെ തേങ്ങാപ്പാൽ, വിർജിൻ കോക്കനട്ട് ഓയിൽ ഇതിൽ ചേർക്കുന്നുണ്ട്. തേങ്ങ വെന്ത വെളിച്ചെണ്ണയില്ലേ, അത് ചേർക്കുന്നത് ലാസ്റ്റാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇതിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ചേർത്തു. പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആട്ടിൻ പാലും ചേർക്കുന്നുണ്ട്.
നമ്മളെ ഫേസിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇതിൽ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓരോ അളവിലാണ് ചേർക്കുന്നത്. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇലകളും പൂക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെഷർമെൻറ്റ്സൊക്കെ കണക്കാക്കിയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ സാഫ്രണൊക്കെ നമുക്ക് കാശ്മീരിൽ നിന്നാണ് സാഫ്രണൊക്കെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയും രീതിയിലാണ് ഇതിൽ ചേർക്കുന്നത്. സാഫ്രൻ്റെ ഓയിലല്ല ചേർക്കുന്നത്, സാഫ്രൻ തന്നെ നമ്മളിതിലോട്ട് ചേർക്കുന്ന നേരിട്ട്. പിന്നെ 2 പാത്രത്തിൽ നിങ്ങൾ കണ്ടല്ലോ, അത് ഈ ഒരു പാത്രത്തിൽ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എന്താ പറയുക, കറ്റാർ വാഴയും നീമും കൂടി പേസ്റ്റാക്കിയിട്ട് ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മീൻസ് റെസിപ്പി നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ് അതൊക്കെ നമ്മൾ നേരെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. കാരണം നമ്മൾക്കറിയാമല്ലോ, അതൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഗുണങ്ങളും കിട്ടില്ല, പ്ലസ് കാണാൻ നല്ല ഭംഗിയാവും എല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. പക്ഷെ അതൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഗുണമൊക്കെ മുഴുവനും ആ ഓയിലിൽ കിട്ടുന്നത്. പിന്നെ അതുപോലെ പൂക്കളൊക്കെ ഇല്ലേ, റോസാപ്പൂവ്, അതുപോലെ തെച്ചിപ്പൂവ്, അതൊക്കെ നമ്മൾ വീഡിയോക്ക് വേണ്ടി കുറച്ച് മാത്രം മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഫുള്ള് പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. വീഡിയോയിൽ കാണാൻ ഭംഗി നേരെ ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും, പക്ഷേ ഇങ്ങനെ പേസ്റ്റ് ആക്കുമ്പോഴാണ് ആ ഓയിലിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതിൻ്റെ മൂപ്പൊക്കെ കിട്ടുന്നതും പിന്നെ കുറേ നേരം ഓയിൽ നമ്മൾ ചൂടാക്കി എടുക്കേണ്ടി വരും ഇതൊക്കെ നേരിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി എണ്ണ കാച്ചുന്നത് കണ്ടോളൂ. ഞാൻ എന്തായാലും ഇങ്ങനെ വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത്. നമ്മളെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, ടാന്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓറഞ്ച് തൊലി നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഓയിൽ നമ്മളെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ മുഖത്തെ പാടുകൾ പോവാനും, പ്രത്യേകമായിട്ട് പറയാനുള്ളത് മുഖം യങ് ആവാനും ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വാഗ്ദാനങ്ങൾ ആദ്യം തന്നെ തരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും ആദ്യം തന്നെ പറയാത്തത്. ശരിക്കും ഇത് ഭയങ്കര റിസൾട്ട് ഉള്ളൊരു ഓയിലാണ്. ഞാൻ കുറേ മുമ്പൊക്കെ റീനു ആണ് ഇത് കൂടുതലും തേച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ കുറേ മുമ്പൊക്കെ ഫസ്റ്റ് ഫ്ലാറ്റിൽ നിൽക്കുന്നതിന് മുമ്പ് ഇതൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട് പണിയൊക്കെ അപ്പോൾ പിന്നെ എനിക്കിത് തേക്കാൻ നേരമൊന്നും കിട്ടുന്നില്ല. ഇനി കുറച്ച് കാലം തേക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന് നല്ല റിസൾട്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു ഓയിലിനൊക്കെ കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ അന്നത്തേലും ഇപ്പം ഈ ഓയിലിൽ എക്സ്ട്രാ കുറച്ചുകൂടെ ചേരുവകൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാഫ്രനൊക്കെ നല്ല റേറ്റ് ആണല്ലോ. അപ്പം എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങൾ ചേർക്കുമ്പം അതിൻ്റെ ഗുണങ്ങളുമുണ്ട്. പ്ലസ് നമ്മൾ സാധാ സാഫ്രനല്ല ചേർക്കുന്നത്, ഈ എന്താ പറയുക, കാശ്മീരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അത്രയും ഒറിജിനൽ സാഫ്രനാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ റേറ്റ് ഉണ്ട്. പ്ലസ് അത് നമ്മൾക്ക് ഫേസിന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. വെറുതെ നമ്മൾ എന്താ പറയില്ല, കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ തേക്കുന്നതിനും നല്ലത് ഇത്രയും നല്ല രീതിയിൽ കാച്ചെടുക്കുന്ന ഓയിൽ ഒരു 15 ml ബോട്ടിലൊന്നും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ. ഞാൻ വല്ലാണ്ട് നമ്മുടേതായിട്ട് പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യില്ല, എന്നാലും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ അതിൽ നമ്മൾ പൂക്കളൊക്കെ ചേർത്തില്ലേ, ഇനി നമ്മൾ എണ്ണ കാച്ചുമ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ആയിരിക്കും ചേർക്കുന്നത് കേട്ടോ. കാരണം അതൊക്കെ നമ്മൾ കുറേ ഉണക്കി വെച്ചിട്ടുണ്ട്. കാരണം അപ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നന്നായിട്ട് നമുക്ക് ആ എണ്ണയിൽ കിട്ടുക. ആ പൂക്കൾ അങ്ങനെ തന്നെ ചേർക്കുമ്പോൾ ശരിക്കും വീഡിയോയിൽ കാണാൻ ഭംഗിയാണ്, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഉണക്കി പൊടിച്ച് വെച്ചിട്ടൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആവുക കേട്ടോ. പിന്നെ നമ്മളെ ബോട്ടിൽ ഇതാണ് കേട്ടോ, 15 ml ബോട്ടിൽ, റോസ് ഹെർബൽസ് ഫേസ് ഗ്ലോ ഓയിൽ. ഫേസ് ഗ്ലോ ഓയിലിന് കൊടുക്കാൻ തന്നെ കാരണം അത് ഫേസ് വൈറ്റനിങ് എന്ന് ഞാൻ പറയൂല. കാരണം വെളുക്കാൻ നമ്മൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ അകത്തേക്ക് കഴിച്ചാലും മുഖം അങ്ങനെ വെളുക്കുന്ന വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ കേട്ടോ. അങ്ങനെ ഞാൻ പറയൂല. പക്ഷേ സ്കിന്നിന് ഭയങ്കര ലൈറ്റനാവും, ഗ്ലോ വരും, നല്ല മാറ്റം ഉണ്ടാവും. അത് എന്താ പറയുക, ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബോട്ടിൽ ഇപ്പം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിൽ നല്ല വിശ്വാസമുണ്ട് നിങ്ങളത് വാങ്ങിക്കും എന്നുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ വേഗം തന്നെ വാങ്ങിച്ചോളൂ. എന്താ പറയുക, ഗ്ലോ ഓയിൽ ഭയങ്കര റിസൾട്ടുള്ളൊരു ഓയിലാട്ടോ.
ഞാനിപ്പം നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ 7 പ്രൊഡക്ട്സ് റോസ് ഹെർബൽസിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള 7 പ്രൊഡക്ട്സും ഭയങ്കര എഫക്റ്റ് ഉള്ള എന്താ പറയുക പ്രോഡക്ട്സാണ്. ഇതിൽ ടാൻ റിമൂവിങ് സോപ്പ് ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഭയങ്കര റിസൾട്ടുള്ള സോപ്പാണ്. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനതിൻ്റെ എന്താ പറയുക വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ഷോർട്സിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചേർക്കുന്ന പൊടികളെല്ലാതും കസ്തൂരി മഞ്ഞൾ, പിന്നെ രക്തചന്ദനം, അങ്ങനെ മുഖത്തിന് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാവിധ സാധനങ്ങളും പൗഡേഴ്സാക്കിയിട്ട് ചേർക്കുന്നത്. ലാസ്റ്റ് ഇപ്പോൾ ചേർക്കുന്നത് വെന്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. ആ വെന്ത വെളിച്ചെണ്ണ ലാസ്റ്റ് നമ്മൾ ചേർക്കുക. കാരണം അത് ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അത് ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിൽ കിട്ടുന്നത്. ഇനി നമ്മളിതാ ഓയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അരിപ്പിലൂടെ അരിച്ചിട്ട് ഓയിൽ ഊറാൻ വെക്കുകയാണ് കേട്ടോ. ശരിക്കും ഇതിൻ്റെ കളറ് നല്ലൊരു യെല്ലോയിഷ് കളറാണ്. ചില ഓയിലുണ്ടാവുമല്ലോ ഭയങ്കര യെല്ലോ കളറാവും. നമ്മൾ മുഖത്ത് തേക്കാനൊക്കെ നമുക്ക് മടിയായിരിക്കും. നമ്മൾ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ മഞ്ഞ കറ നമ്മൾ ഡ്രസ്സിൽ പിടിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ ഈ ഓയിലിൽ ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്, നമ്മൾ കറ ഒന്നും നമ്മൾ ദേഹത്ത് പിടിക്കില്ല. കാരണം നമ്മളതിൽ മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളതിൻ്റെ ഒന്നും നമ്മളതിൻ്റെ ഓയിലാണ് എടുക്കുന്നത്. ആ ഓയിൽ അതിൻ്റെ കളറാണ്, നല്ലൊരു ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ കളറ് മുഖത്ത് പിടിക്കൊന്നുമില്ല കേട്ടോ. ആ ഗുണങ്ങൾ നമ്മളെ ശരീരത്തിൽ കിട്ടും. ഓക്കെ, ഓയിലാണ് ആ ഗുണങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു 3-4 ഡ്രോപ്സ് മാത്രം മുഖത്ത് തേച്ച് മസാജ് ചെയ്യുക. പിന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കുക ഇത് തേച്ച് കഴിഞ്ഞാൽ. കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ തേക്കുക. പിന്നെ ഒരു 15-20 മിനിറ്റ് വെച്ചിട്ട് പിന്നെ ഫേസ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇളം ചൂടുള്ള വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫേസ് വാഷ് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ കോഫി ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ റോസ് ഹെർബൽസിലെ ഫേസ് ഗ്ലോ ഓയിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങളൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ മതി. എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമാവും എന്നുള്ളത് കേട്ടോ. ഞാനത് കയ്യിൽ ആക്കിയിട്ട് കാണിച്ചു കേട്ടോ, അതിൻ്റെ കളറ് കിട്ടണമെങ്കിൽ. ഞാനത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. ഇപ്പോൾ എനിക്ക് നേരെയില്ല. അപ്പോൾ കണ്ടോ, ഭയങ്കര ഒരു ഗ്ലോ ആണ്. നമ്മൾ തേച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഗ്ലോ കിട്ടും. പിന്നെ ദേഹത്തൊക്കെ അത് അപ്ലൈ ചെയ്യാം. പക്ഷേ 15 ml ദേഹത്ത് അപ്ലൈ ചെയ്യാൻ നമ്മൾ വലിയവർക്കൊന്നും ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ഓക്കെ. 10 വയസ്സിന് താഴെ കുട്ടികളെ തേക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തേക്കുക കേട്ടോ. സ്കിന്ന് ഓക്കെ ആണെന്ന് നോക്കിയിട്ട് വേണം തേക്കാൻ. പിന്നെ ഞാൻ അടുത്തതൊക്കെ നമ്മളെ യൂണിറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മളെ ലിപ് ബാം കേട്ടോ. ലിപ് ബാമിൽ ഫസ്റ്റ് നമ്മൾ ഷിയ ബട്ടർ, അങ്ങനത്തെ ബട്ടേഴ്സില്ലേ, 3 ടൈപ്പ് ബട്ടേഴ്സൊക്കെ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബീട്രൂട്ടിൻ്റെ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കളറില്ലാത്തത്. അപ്പം അങ്ങനെ ഓയിലാക്കി വെച്ചതാണ് കേട്ടോ അതൊക്കെ. ഓക്കെ, അപ്പം ഓൾറെഡി ബോട്ടിൽ ഇപ്പം ഞാൻ വന്ന് ഇതിൻ്റെ സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി കുറച്ച് ബോട്ടിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഞാൻ യൂണിറ്റിലോട്ട് വന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു സെറ്റാക്കിയതെടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജെൻസിന് നമ്മൾ ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് 8 ഗ്രാമാണ് വരുന്നത്, ചെറിയ ബോട്ടിൽ. ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പിന്നീട് കമൻ്റായിട്ട് ഇടാം. അടുത്തത് ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറുള്ള ബീട്രൂട്ട് ലിപ് ബാം. നേരത്തെ കാണിച്ചതും ബീട്രൂട്ടിൻ്റെ ലിപ് ബാമാണ്, കളർ ആഡ് ചെയ്യാത്തത്. ഇതിൽ ബീട്രൂട്ടിൻ്റെ കളർ വരുന്ന ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇതും അത്യാവശ്യം ബോട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് 8 ഗ്രാമാണ് വരുന്നത്. ഭയങ്കര ലുക്കായിരിക്കും. നമ്മളെ ലിപ്പിൻ്റെ കളറിന് ലിപ്പിലുണ്ടാവുന്ന കളർ വ്യത്യാസങ്ങൾ, പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ പോവും ഇത് തേച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതിൻ്റെ ഓരോന്നിൻ്റെയും യൂസൊക്കെ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ബോട്ടിൽ ചെയ്യാണ്. അപ്പോൾ റോസ് ഹെർബൽസ് ലിപ് ബാം ചോദിച്ച് വാങ്ങിക്കുക. നമ്മൾ ഓൺലൈനായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ലത്. അപ്പോൾ ഞാൻ തരുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കുട്ടികളൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നവർക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നാച്ചുറലായിട്ടുള്ള ഹെർബൽ ലിപ് ബാം, ലിപ്സ്റ്റിക്കല്ല ലിപ് ബാമാണ് കേട്ടോ അത്. ലിപ്സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇത് സെറ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ റോസ് ഹെർബൽസ് ലിപ് ബാം കേട്ടോ സെറ്റായിട്ടുണ്ട്, ബോട്ടിൽ ചെയ്തിട്ടുണ്ട്.
ധൈര്യമായിട്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ഇതെല്ലാം നിങ്ങൾ എന്താണോ വാങ്ങിക്കുന്നത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങളൊരു സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഡെലിവറി ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ സിംഗിൾ പ്രൊഡക്റ്റിന് ഡെലിവറി ചാർജ് വേണ്ടി വരും. കാരണം അത് നിങ്ങൾക്ക് നമുക്ക് മുതലാവില്ല. നമ്മൾ അതിനകത്തോളം കോസ്റ്റിൽ ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നൊരു ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറി പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് വിത്ത് ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. ഇത് ഫേസ് വാഷ് കേട്ടോ, കോഫി ഫേസ് വാഷാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടിലേക്കും കൂടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കോഫിയൊക്കെ ഫ്രഷായിട്ട് കോഫി പൗഡറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതും അടിപൊളി റിസൾട്ട് വരുന്ന നല്ല അടിപൊളി മാറ്റം വരുന്നൊരു ഫേസ് വാഷാണ്. ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നവർ ഇതെന്തായാലും യൂസ് ചെയ്തിട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ റോസ് ഹെർബൽസിൻ്റെ കോഫി ഫേസ് വാഷാണ്, ഹെർബൽ ഫേസ് വാഷാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ബോട്ടിൽ ചെയ്യുന്ന ഞാൻ കുറച്ച് മാത്രം ബോട്ടിൽ ചെയ്യുന്നു കാണിക്കുന്നുള്ളൂ. ബാക്കി പിന്നെ കുറേ ടൈം എടുക്കുമല്ലോ ഇതൊക്കെ ബോട്ടിൽ ചെയ്യാനൊക്കെ. അപ്പോഴേക്കും ഞാൻ പിന്നെ യൂണിറ്റിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ ഇതൊന്നും ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അത്രയും നേരം യൂണിറ്റിൽ നിൽക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നമ്മളെ ഓയിൽ ഫേസ് ഗ്ലോ ഓയിൽ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ യൂണിറ്റിലാണ് നമ്മൾ ഇതിനായിട്ടുള്ള യൂണിറ്റൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ബേബി സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ആട്ടിൻ പാലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ബേബി സോപ്പ് ഉണ്ടാക്കുന്നത്. അടിപൊളി സോപ്പാണ് കേട്ടോ. നമ്മൾ ബേബീസിന് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും ഇത് ബേബി സ്കിന്ന് കിട്ടണമെന്നാണെങ്കിൽ ഈ ഒരു സോപ്പ് യൂസ് ചെയ്യാം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുമ്പ് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട്. അപ്പോൾ എൻ്റെ ബ്രാൻഡിൽ വന്നപ്പോൾ, നമ്മളെ റോസ് ഹെർബൽസിൽ വന്നപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും നല്ല പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ നിങ്ങളിലേക്ക് എത്തുന്നത്. അത്രയും വിശ്വാസത്തോടെയാണ് ഞാൻ എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോസ് ഹെർബൽസിൻ്റെ ബേബി സോപ്പാണ്, ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് വിർജിൻ കോക്കനട്ട് ഓയിൽ, തേങ്ങ വെന്ത വെളിച്ചെണ്ണ. അതുണ്ടാക്കാനുള്ള പാട് അത് ഒരു തവണ ഉണ്ടാക്കിയവർക്ക് അറിയാം. കാരണം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അത് വറ്റിച്ചുണ്ടാക്കുന്നതാണ്. നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു 11-12 മണി, വൈകുന്നേരമല്ല രാത്രി 12 മണി വരെ ഇതാക്കിയെടുക്കുകയായിരുന്നു. കാരണം ആ മൂപ്പ് എത്തുന്ന വരെ നമ്മൾ അത് കുക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം പണിയുള്ള പണിയാണ്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് തേങ്ങ വെച്ചിട്ടാണ് ഇപ്പം വീഡിയോക്കായിട്ട് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഷാല്ല ബൾക്കായിട്ട് ചെയ്യണം, യൂണിറ്റിൽ വെച്ച് ചെയ്യണം ഇൻഷാല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് ഇൻഷാല്ല. കണ്ടോ, ഇതിപ്പോൾ മൂപ്പായിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ. അതുവരേക്കും നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇളക്കാൻ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ റോസ് ഹെർബൽസിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സംസാരം കുറച്ച് ഓവറായിട്ടണമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ. നമ്പർ ഞാൻ പിൻ കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ.